നാമ ശിവായ വാഴ്ക നാഥന്റെ പാദം വാഴ്ക നാമ ശിവായ വാഴ്ക നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ അമ്മാനപ്പാട്ടിലെ അടുത്ത ചില പാട്ടുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മയ്യാൽ തിളങ്ങുന്ന കണ്ണാളെ കേൾക്കുക, അയനും തിരുമാലും വിണ്ണോർകോനും ജന്മങ്ങളായി തിരയുന്നോൻ, ഈ ജന്മം എനിക്ക് തന്നരുളിയ ഭഗവാൻ ഇനി ജന്മമില്ലെന്ന് വരം എനിക്കേകിനാൻ. ഉണ്മയാം ജ്ഞാനമായി ഉണ്മയായി വസ്തുക്കളൊക്കെയും താനായി ഏതിനും മുക്തിക്ക് ഹേതുവാകുന്നോനെ, നമ്മുടെ ഈശനെ വാഴ്ത്തി നാം പാടിയിടാം, അമ്മാനപ്പാട്ടുകൾ പാടി വാഴ്ത്താം. നമുക്ക് അമ്മാനപ്പാട്ടുകൾ പാടി ശിവനെ വാഴ്ത്താം തോഴി എന്ന് തോഴിയോട് പറയുകയാണ്. എങ്ങനെയുള്ള ആൾ? അയനും തിരുമാലും വിണ്ണോർകോനും. അയൻ ബ്രഹ്മാവ്, തിരുമാല് വിഷ്ണു, വിണ്ണോർകോൻ ദേവേന്ദ്രൻ. അങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും ജന്മങ്ങൾ അത്രയും തിരഞ്ഞിട്ടും ശിവനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇന്ദ്രനും പോലും ശിവസാക്ഷാത്കാരം കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക്, ഈ നിസാരനായ എനിക്ക്, ജന്മങ്ങളായി തിരയുന്ന ഈ ഞാൻ, അനേകം ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ ഞാൻ ശിവനെ തിരഞ്ഞ് യാത്രയായി ഈ ജന്മത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ജന്മത്തിൽ എനിക്ക് ഇനി ജന്മമില്ലെന്ന് വരം എനിക്കേകിനാൻ. ശിവഭഗവാൻ എനിക്ക് വരം നൽകി. എന്താണ്? ഇനിയൊരു ജന്മം നിനക്കില്ല. അല്ലയോ എൻ്റെ പ്രിയ ഭക്ത, ഇനിയൊരു ജന്മം നിനക്കില്ല. നിൻ്റെ അവസാനത്തേതായ ജന്മമാണ് ഇത്. ഇനി ഒരു ജന്മം നിനക്കില്ല. ഈ വരം ലഭിക്കുക എന്നുള്ളത് മഹാഭാഗ്യവാന്മാർക്ക് മാത്രം കിട്ടുന്നതാണ്. ഇതിനാണ് നാം മുക്തിപദം എന്നൊക്കെ പറയുന്നത്. മുക്തി, മോക്ഷം, ഇനിയൊരു ജന്മമില്ലാത്ത ആ സമ്പൂർണ്ണ ശിവസല്ലയനത്തിന് പാത്രീഭവിക്കുക. ഇതാണ് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈശ്വരനിൽ സമ്പൂർണ്ണമായി സല്ലയനം പ്രാപിക്കുക. അങ്ങനെയുള്ള വരമാണ് അല്ലയോ ഭഗവാൻ അങ്ങ് ഈ ജന്മത്തിൽ എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ജന്മങ്ങളൊക്കെ അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയതാണ്. ഈ കാണുന്ന ജന്മം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ജന്മം മാത്രമല്ല, ഇതിനു മുമ്പ് അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പല മൃഗങ്ങളിലും പക്ഷികളിലും മനുഷ്യരിലുമെല്ലാം വീണ്ടും ജനിച്ച് നാം ഇന്ന് ഈ രൂപത്തിൽ, ഈ ഭാവത്തിൽ, ഈ ഭൂമിയിൽ ജനിച്ച് വളരുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞാനെന്ന് പറയുന്നത് ഒരിക്കലും ഇന്നത്തെ ഞാനല്ല, അനേകായിരം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഞാൻ എന്ന ആ അഹം തൊട്ട് ഇന്നത്തെ അഹം വരെ നീണ്ടു കിടക്കുന്ന ഒരു നീണ്ട പരമ്പരയുടെ വാസനകളും സംസ്കാരങ്ങളുമൊക്കെയാണ് നമുക്ക് ഈ ജന്മത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജന്മത്തിലെ എല്ലാ സ്വഭാവവിശേഷങ്ങൾക്കും കാരണം ഒരു പരിധി വരെ കഴിഞ്ഞ അനേകം ജന്മങ്ങളിലെ വാസനാബന്ധങ്ങളാണ്. ഈ വാസനാബന്ധങ്ങളാണ് പലപ്പോഴും നമ്മെ നയിക്കുന്നത് എന്ന് കൂടി ഓർക്കുക. അപ്പോൾ ഈ വാസനാബന്ധങ്ങളിൽ നിന്ന് മോചനം നേടി ഇനിയൊരു വാസനാബന്ധമില്ലാത്ത തരത്തിൽ ഈ ജന്മത്തെ കർമ്മ വിമുഖമാക്കി അകർമ്മത്തിലേക്ക് നയിച്ച് സാക്ഷാത് ശിവസല്ലയനം നേടുക എന്നുള്ളതാണ് ഏതൊരു ജീവാത്മാവിൻ്റെയും പരമമായ ലക്ഷ്യം. ഇന്ന് മാണിക്യവാചകർ പാടുകയാണ്,
അതായത് ഇനി ഒരു ജന്മം എനിക്കില്ല എന്ന വരം ഭഗവാൻ എനിക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് മഹത്തായ ഒരു വരമാണ്. അപ്പോൾ ശിവഭഗവാൻ ഇനിയൊരു ജന്മമില്ല എന്ന മഹാവരം എനിക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ജന്മമില്ല. ഉണ്മയാം ജ്ഞാനമായി ഉണ്മയായി വസ്തുക്കളൊക്കെയും താനായി ഏതിനും മുക്തിക്ക് ഹേതുവുമാകുന്നവനെ. അങ്ങ് എങ്ങനെയുള്ളവനാണ്? എല്ലാത്തിനും ഹേതുവായിട്ടുള്ളവൻ, എല്ലാത്തിനും കാരണമായിട്ടുള്ളവനാണ് ശിവഭഗവാൻ. അപ്പോൾ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ കാരണകർത്താവ് ആരാണ്? ശിവഭഗവാനാണ്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഏതൊരു ജീവിത അനുഭവങ്ങളും അതിൻ്റെ കാര്യങ്ങളുടെ എല്ലാം പിന്നിലെ കാരണം തേടി തേടി ചെന്നാൽ അത് ശിവഭഗവാന്റെ നിയോഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരില്ല. ഏതൊരു കർമ്മത്തിൻ്റെയും പിന്നിൽ ശിവഭഗവാന്റെ ചരടുവലികളുണ്ട്. ആ ചരടുവലികൾക്കൊത്ത് ചലിക്കുന്ന ഒരു പാവ മാത്രമാണ് നാം. അതുകൊണ്ട് നമുക്ക് കർമ്മത്തെക്കുറിച്ച് ദുഃഖിക്കാനോ സന്തോഷിക്കാനോ ന്യായമില്ല. ഈ കർമ്മങ്ങൾ വിധിക്കുന്നതും ഈ കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതും വാസനാബന്ധങ്ങളാണ്. ഈ വാസനാബന്ധങ്ങൾ കഴിഞ്ഞ അനേകം ജന്മങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഈ ജന്മങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വവും ആർക്കുള്ളതാണ്? ഭഗവാൻ ശിവനുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ജന്മത്തിൽ എല്ലാ വാസനാബന്ധങ്ങളും ക്ഷയിക്കാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങ് എങ്ങനെയുള്ളവനാണ്? ഉണ്മയായിട്ടുള്ളവനാണ്, സത്യസ്വരൂപനായിട്ടുള്ളതാണ്, ജ്ഞാനസ്വരൂപനായിട്ടുള്ളതാണ്. വസ്തുക്കളൊക്കെയും താനായിരിക്കുന്നവനാണ്. എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ ശിവൻ കുടികൊള്ളുന്നു. സർവത്തിലും ശിവൻ കുടികൊള്ളുന്നു. അപ്പോൾ സർവ വസ്തുക്കളിലും സർവ ജീവജാലങ്ങളിലും ശിവൻ കുടികൊള്ളുന്നുണ്ട്. ഈശാവാസ്യം ഇദം സർവം. വസ്തുക്കളൊക്കെയും താനായി ഏതിനും മുക്തിക്ക് ഹേതുവാകും ഭഗവാനെ. ഏത് വസ്തുവിനും മുക്തി നൽകുന്നത് അല്ലയോ ഭഗവാൻ ശിവൻ അവിടെ നിന്നാണ്. നമ്മുടെ ഈശനെ വാഴ്ത്തി നാം പാടിയിടാം. അങ്ങനെയുള്ള നമ്മുടെ കാര്യകാരണങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ള ആദിസ്വരൂപനായ സത്യസ്വരൂപനായ ആ ശിവഭഗവാനെ വാഴ്ത്തി നമുക്ക് പാടാം. അമ്മാനപ്പാട്ടുകൾ പാടി നമുക്ക് സ്തുതിക്കാം എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കാര്യകാരണങ്ങളെല്ലാം കുടികൊള്ളുന്നത് ശിവഭഗവാനാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും നേതാവ് എന്ന് പറയുന്നത് ശിവഭഗവാനല്ലാതെ മറ്റാരുമല്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്, ശരണാഗതി പ്രാപിക്കുക ശിവനെ. അതോടുകൂടി ശിവൻ എല്ലാ വിനകളെയും ഇല്ലാതാക്കും. അടുത്ത ഭാഗം നോക്കാം. ഇനി വളരെ മനോഹരമായ ഒരു ചിത്രം, ശിവൻ്റെ വാഗ്മയ ചിത്രം മാണിക്യവാചകർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ ശരിക്കും ശിവൻ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു വാഗ്മയ അനുഭൂതി നമുക്ക് കിട്ടും. കയ്യിൽ വളകൾ കിളിങ്ങുമാറും കാതിൽ കുഴകളും ആടുമാറും കാറുത്ത കുന്തൽ പുരളുമാറും തേനുണ്ണും വണ്ടുകൾ പാറുമാറും ചെന്നിറമാർന്ന് വെണ്ണീറണിഞ്ഞും ചെന്നാരും ചേരാത്ത കൈകളാർന്നും എങ്ങും നിറഞ്ഞു വിളങ്ങുന്നോനെ പ്രേമമെഴുന്നോർക്ക് കാണുന്നോനായി പ്രേമമില്ലാത്തവർക്ക് കാണാത്തവനായി മേവുന്നവൻ മറപ്പൊരുളായിടുന്നോൻ തിരുവായാറപ്പനെ വാഴ്ത്തിടുന്നോരമ്മാനപ്പാട്ട് പാടി നാം സ്തുതിക്കുക. നാം അപ്പോൾ ശിവനെ സ്തുതിക്കുക. എങ്ങനെയുള്ള ശിവൻ്റെ അതിമനോഹരമായൊരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു വച്ചിട്ട് ആ ചിത്രം കൊണ്ട് ശിവഭഗവാനെ സ്തുതിക്കുകയാണ്. അപ്പോൾ ശിവൻ്റെ പാദാദികേശ വർണ്ണന എല്ലാം നമുക്ക് ഇവിടെ കാണാം. ഇത് തമിഴ് ഭക്തി സമ്പ്രദായത്തിലെ ഒരു പ്രധാന രീതിവിശേഷമാണ്. അതായത് പാദാദികേശം, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ശരീരത്തെ പ്രത്യംഗം
വർണ്ണിക്കുന്ന പാട്ടുകൾ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. എഴുത്തച്ഛൻ്റെ ചില വർണ്ണനകൾ. നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമോട് കെട്ടി എന്ന് പറഞ്ഞു തുടങ്ങി. എന്നുടെ ഹൃദയം തന്നിൽ അങ്ങിരിക്കും പോലെ ആ മണിരഥം തന്നിൽ തെളിഞ്ഞ് കണ്ടേ ഞാൻ. അങ്ങനെ എൻ്റെ ഹൃദയമാകുന്ന രഥത്തിൽ തെളിഞ്ഞിരിക്കുന്ന ആ മണിവർണ്ണനെ ശ്രീകൃഷ്ണനെ ഞാനിതാ കാണുന്നു എന്ന് എഴുത്തച്ഛൻ പാടുന്നുണ്ട്. ഏതാണ്ട് അതുതന്നെയാണ് ഇവിടെയും മാണിക്യവാചകർ പറയുന്നത്. ഇതാ നോക്കൂ, കയ്യിൽ വളകൾ കിലുങ്ങുമാറ്. ശിവൻ്റെ കയ്യിൽ നിറയെ വളകളുണ്ട്. ആ കടകങ്ങൾ കിളുങ്ങുന്നു. കാതിൽ കുഴകളും ആടുമാറും. കാതിലെ കുഴകൾ കിലുങ്ങുന്ന രീതിയിൽ ആടുന്നു. പിന്നെ കാറുത്ത കൂന്തൽ പുരളുമാറും. കാർകൂന്തൽ ജട പിടിച്ച് അതേപോലെ കാർകൂന്തൽ പുരളുമാറും. അങ്ങനെ ജട പിടിച്ച് നുറുങ്ങായി ചുരുങ്ങി നെറ്റിയിൽ പടർന്നു കിടക്കുന്നു. തേനുണ്ണും വണ്ടുകൾ പാറുമാറ്. ആ തലമുടിയിൽ തേനുണ്ണുന്ന വണ്ടുകൾ പാറി നടക്കുന്നു. തേനുണ്ണുന്ന വണ്ടുകൾ മധു നുകരാൻ വേണ്ടി ആ ശിരസിന് ചുറ്റും പാറി നടക്കുന്നു. ചെന്നിറമാർന്ന വെണ്ണീറണിഞ്ഞും. ഇനി വെണ്ണീറണിഞ്ഞു ശരീരമാസകലം ഭസ്മം പൂശിയും ചെന്നാരും ചേരാത്ത കൈകളാർന്നും. അതിമനോഹരമായ നീണ്ട കൈകളോടുകൂടിയനും എങ്ങും നിറഞ്ഞു വിളങ്ങുന്നോനെ, എല്ലായിടത്തും നിറഞ്ഞ് വിളങ്ങുന്ന അലയോ ശിവഭഗവാനെ, പ്രേമം വീഴുന്നവർക്ക് കാണുന്നോനായി. പ്രേമമുള്ളവർക്ക് മാത്രമേ ഈ തിരുസ്വരൂപം കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ശിവനെ കാണാൻ എളുപ്പമാണ്. ഹൃദയത്തിൽ നിറയെ പ്രേമം സൂക്ഷിക്കുക, സ്നേഹം സൂക്ഷിക്കുക. അപ്പോൾ സ്നേഹമുള്ളവരുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെടും. ഇനിയോ പ്രേമമില്ലാത്തവർക്ക് ഒരിക്കലും കാണാനും പറ്റില്ല ശിവനെ. അപ്പോൾ ശിവനെ കാണുന്നുള്ള പ്രധാനപ്പെട്ട ഒരേ ഒരു ഉപാധി ഇത് മാത്രമേ ഉള്ളൂ. ഹൃദയം നിറയെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ നിറഞ്ഞ സ്നേഹമുള്ള ഒരാൾക്ക് ശിവനെ വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതാണ് അൻപേ ശിവം എന്ന് പറയുന്നത്. സ്നേഹം തന്നെയാണ് ശിവൻ. അപ്പോൾ ശിവനെ ഹൃദയത്തിൽ സ്നേഹമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഹൃദയത്തിൽ സ്നേഹമില്ലാത്തവർക്ക് ഒരിക്കലും ശിവനെ കാണാൻ പറ്റില്ല, ശിവഭക്തിയും ഉണ്ടാകില്ല. അപ്പോൾ ശിവഭക്തിക്ക് പ്രധാനപ്പെട്ട കാരണം, ശിവസായുജ്യത്തിന് പ്രധാന കാരണം സ്നേഹമാണ്. ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കുക. അങ്ങനെ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയമുള്ളവർക്ക് വളരെ വളരെ പെട്ടെന്ന് ശിവനെ സാക്ഷാത്കരിക്കാൻ കഴിയും, നേരിൽ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. 100% സ്നേഹസ്വരൂപനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ ആ നിമിഷം തന്നെ സ്നേഹസ്വരൂപനായ ശിവൻ പ്രത്യക്ഷപ്പെടും. കാരണം അൻപേ ശിവം, സ്നേഹവും ശിവനും ഒന്നാണ്, രണ്ടല്ല എന്ന് തിരുമൂലർ പറഞ്ഞ സത്യം ഇവിടെ നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് പ്രത്യേകത. അതായത് സ്നേഹം നിറഞ്ഞവരുടെ മുമ്പിൽ സ്നേഹം ശിവരൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. മറപ്പൊരുളായിടുന്നോൻ, മറപ്പൊരുൾ, വേദത്തിൻ്റെ പൊരുളായിട്ടുള്ളവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ തിരുവയ്യാർ ക്ഷേത്രത്തിൽ വാഴുന്നു. തിരുവയ്യാർ ശിവക്ഷേത്രത്തിലെ ആ ശിവഭഗവാനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള ശിവഭഗവാനെ അമ്മാനപ്പാട്ട് പാടി നമുക്ക് സ്തുതിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ശിവൻ്റെ ഒരു വാഗ്മയ ചിത്രം ഇവിടെ വളരെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ കാണുമാറ് മാണിക്യവാചകർ ആവിഷ്കരിച്ചിരിക്കുന്നു. കയ്യിൽ വളകൾ കിലുങ്ങുമാറും, കാതിൽ കുഴകളും അടുമാറും, കാറൊത്ത കൂന്തൽ ചുരുളുമാറും, തേനുണ്ണും വണ്ടുകൾ പാറുമാറും, ചെന്നിറമാർന്ന വെണ്ണീറണിഞ്ഞും ചെന്നാരും ചേരാത്ത കൈകളാർന്നും, എങ്ങും നിറഞ്ഞു വിളങ്ങുന്നോനെ, പ്രേമമെഴുന്നോർക്ക് കാണുന്നോനായി, പ്രേമമില്ലാത്തവർക്ക് കാണാത്തോനായി മേവുന്നോൻ, മറപ്പൊരുളായിടുന്നോൻ, തിരുവയ്യാറപ്പനെ വാഴ്ത്തിയിടുന്നോൻ. അമ്മാനപ്പാട്ട് നാം
പാടുക വീണ്ടും വീണ്ടും. അപ്പോൾ വീണ്ടും വീണ്ടും ശിവനെ ഈ സ്തുതിഗീതങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്തി സ്നേഹസ്വരൂപനായ ശിവനിൽ നമുക്ക് സ്നേഹസ്വരൂപമായി തന്നെ അലിഞ്ഞു ചേരാൻ കഴിയും എന്ന് മാണിക്യവാചകർ ഇവിടെ ബോധിപ്പിക്കുന്നു. ഓം ശിവായ നമഃ.